ഈശ്വര, നാ ഒന്ന് പിഴച്ചല്ലോ. പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. ശ്രീലക്ഷ്മിയുടെ അമ്മയെന്നുള്ള വിളിയിൽ ഞാൻ കാണുന്നത് രാജനന്ദിനിയെ തന്നെയാ. അല്ല മദറിലോ, ബ്രദറിലോയെ അവരെന്താ വിളിച്ചിരുന്നത്? പറയും മദറിലോ. അവള് മോനെ വിളിച്ചിരുന്നത് രവീന്നായിരുന്നു. ആ വിളിയിൽ രവിയോടുള്ള എല്ലാ സ്നേഹവും ഉണ്ടായിരുന്നു. രവി രാജനന്ദിനിക്ക് മാത്രം സ്വന്തമായിരുന്നു എന്ന് ആ വിളി കേൾക്കുമ്പോ എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോ പറഞ്ഞ പോലെ ആണെങ്കിലേ ശ്രീലക്ഷ്മിയും ചേട്ടായി രവി എന്ന് തന്നെ വിളിക്കട്ടെ. അയ്യോ സാർ, ഞാനോ? അല്ല പിന്നെ ചേട്ടായി, ശ്രീലക്ഷ്മിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ വിളിക്കണമെന്ന് തോന്നിയാ ചേട്ടായി ഒന്ന് സമ്മതിച്ചു കൊടുത്തേക്കണം കേട്ടോ. ശ്രീലക്ഷ്മി എന്നെ എന്ത് വിളിച്ചാലും ഞാൻ ഓക്കെ. പക്ഷേ ശ്രീലക്ഷ്മിയായിട്ട് തന്നെ ബിഹേവ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ചേട്ടായി ശ്രീലക്ഷ്മി പേര് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീലക്ഷ്മി എപ്പോഴും രവി സാർ എന്നേ വിളിക്കൂ. ഇവിടത്തെ ആണുങ്ങളെല്ലാം സാറുമാരും സ്ത്രീകളെല്ലാം മേടോ. അതാ ശ്രീലക്ഷ്മിയുടെ ഒരു ലൈൻ. അമ്മയുടെ ഭാഗ്യത്തിനാ അമ്മയെ അമ്മ മേടോ എന്ന് വിളിക്കാതിരുന്നത്. ശരി മക്കളെ, നിങ്ങൾ എല്ലാരും പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല ഐഡിയ. വാ സാന്ദ്ര. ചിരിച്ചോ? ഇപ്പൊ എല്ലാരും ചിരിച്ചോ? എന്റെ ഫോണ് കിട്ടേണ്ട താമസേ ഉള്ളൂ. ഈ ചിരി മാറ്റി ഞെട്ടലാക്കി തരാം ഞാൻ. ഇനി രാജനന്ദിനി എന്ന് പറയുന്ന അവതാരം ഇവളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് ഓഫീസിൽ വെച്ചും ആ കണ്ണാടിയിലും കണ്ട സ്ത്രീ ആരായിരിക്കും? എന്റെ ഫോട്ടോ കണ്ടിട്ട് രാജനന്ദിനിയെ പോലെ അമ്മയ്ക്ക് തോന്നിയെന്ന് പറയുമ്പോ അതിനർത്ഥം, എന്നാലും ആ ഡയറി എവിടെ പോയി? താൻ ഉറങ്ങിയില്ലായിരുന്നു? ഞാൻ കരുതി താൻ ഉറങ്ങിക്കാണുമെന്ന്. ഞാനിത് ഉച്ച മുതലേ ശ്രദ്ധിക്കുന്നു. തനിക്കിത് എന്തു പറ്റി? ഓഫീസിൽ പോയപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴൊക്കെ തന്റെ മൂഡ് കംപ്ലീറ്റ് ഔട്ടായിരുന്നല്ലോ. ശരിക്കും അപ്പോഴൊക്കെ ഏതോ ഫയല് കാണാത്തതിന്റെ ടെൻഷനായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ സംഭവം അതല്ല, വേറെ എന്തോ ആണ്. വേറൊന്നുമില്ല സർ, എനിക്ക് ടെൻഷനൊന്നുമില്ല. സാറിന് തോന്നിയതാവും. ശരി, സമ്മതിച്ചു, എനിക്ക് തോന്നിയതാണ്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ എന്റെ കയ്യിലൊരു സൂത്രപ്പണിയുണ്ട്. അതെന്താന്നല്ലേ? ആദ്യ ചുംബനത്തിനേക്കാൾ ഭംഗി അത് തരുന്നതിന് തൊട്ടു മുമ്പുള്ള ഈ നിമിഷങ്ങളാണ്. നിശ്വാസങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ നിമിഷം, അതാണ് ചുംബനത്തിനേക്കാൾ മനോഹരം. ഹലോ രാജാറാം. പൊട്ടത്തലയോ വെച്ചിട്ട് പോടാം. ഇത് പറയാനാണോ ഇപ്പൊ എന്നെ കൂടെ വിളിച്ച്? ഒന്നുമില്ല, നീ ഒന്ന് വെച്ചിട്ട് പോ. ശ്യാമിനെ ഇനി എന്റെ ഓഫീസിന്റെ പരിസരത്ത് കണ്ടുപോരുത്. നിന്നെ കൊല്ലും അവനെ കൊല്ലും. മനസ്സിലാക്കണം? മൊട്ടത്തലയാ.
കലാപരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. അതെ, ഉറങ്ങാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? എന്റെ ഉറക്കമൊക്കെ പോയി. ആണോ? എങ്കിൽ ഇവിടെ ഉണർന്നിരുന്നോ, ഞാൻ കിടക്കാൻ പോവാ. ആ, ഇവിടെ പോ. തന്നെ എങ്ങോട്ടാ? ഇവിടെ ഇരിക്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞിട്ടിരിക്കാം. നല്ല മൂടായിരുന്നു. ആ രാജാറാം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണോ? എങ്കിലേ ഞാൻ സാറിന് നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ. ആഹാ, ഇനിയും കഥകളുണ്ടോ തന്റെ കൈവശം? പ്രേമിക്കുന്ന കാലത്ത് കഥകൾ കേൾക്കലായിരുന്നല്ലോ എന്റെ പ്രധാന ജോലി. തന്റെ ഈ പ്രായത്തിനകത്തുള്ള കഥകൾ മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. ആ, വെറൈറ്റി കഥയാണെങ്കിൽ പറയ്, ഞാൻ കേൾക്കാം. ഇത് കല്യാണത്തിന് മുന്നേ ഞാൻ പറഞ്ഞ കഥകൾ പോലല്ല, കല്യാണത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ കഥയാ. ആ, കഥയ്ക്ക് മുന്നേ താൻ വേറെ കഥ പറയാതെ പറയാൻ വന്ന കാര്യം പറയേ. പറയാം സർ. ഒരു പാവപ്പെട്ട വീട്ടില് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി. അവൾക്ക് അച്ഛനും അമ്മയും ആയിരുന്നു ലോകം. ആ കുട്ടി ആരാണെന്ന് ഞാൻ പറയട്ടെ. ശ്രീലക്ഷ്മി. പ്ലീസ് സർ, മുഴുവൻ കേൾക്ക്. അതിനിടയ്ക്ക് ഒരു സംസാരിക്കല്ലേ. ഓ ശരി ശരി, പറഞ്ഞു. ഒരു ദിവസം ആ പെൺകുട്ടി തന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പോലും സാധ്യതയില്ലാതിരുന്ന ഒരാളെ പരിചയപ്പെടുന്നു. പല സാഹചര്യത്തിൽ കൂടി അവര് പോലും അറിയാതെ അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. ഈ ലോകത്തുള്ളതെല്ലാം മറന്ന് അവര് അത്രമേൽ ശക്തമായതുകൊണ്ടാവാം മരണത്തെ മുഖാമുഖം കണ്ടിട്ട് പോലും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവരെ രണ്ടാളും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. പിന്നീട് എപ്പോഴോ അവളെ തിരിച്ചറിയുന്നു. അയാളുടെ ആദ്യ ഭാര്യയുടെ പുനർജന്മമാണ് ഇപ്പൊ കല്യാണം കഴിച്ച പെൺകുട്ടിയെന്ന്. അതെ അതെ സർ, സാർ നേരത്തെ പറഞ്ഞത് ശരിയാ. അതായത് ശ്രീലക്ഷ്മിയുടെ കഥ തന്നെയാ ഞാനിപ്പോ സാറിനോട് പറഞ്ഞത്. ഇനിയും സാറിനെ പ്രണയിച്ചു മതി വരാത്ത സാറിന്റെ ആദ്യ ഭാര്യ രാജനന്ദനയുടെ പുനർജന്മമാണ് സാർ ശ്രീലക്ഷ്മി എന്ന ഞാൻ. ഞാൻ പറയുന്നത് കഥയാണെന്ന് കരുതിയ സാർ കേൾക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാതെ ഉറങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞത് കേവലം ഒരു കഥയല്ല സാർ. ഒരു കാലത്ത് സാറിന്റെ ഭാര്യയായിരുന്ന രാജനന്ദനിയുടെയും ഇപ്പോഴത്തെ ഭാര്യ ശ്രീലക്ഷ്മിയുടെയും ജീവിതമാണ്. ഞാനും രാജനന്ദനി ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാജനന്ദനിക്ക് സംഭവിച്ചത് എനിക്കും സംഭവിക്കും എന്നല്ലാതെ വേറെ ഒരറിവും എനിക്കൊന്നിനെക്കുറിച്ചുമില്ല. അതറിഞ്ഞാലേ രാജനന്ദനിക്ക് സംഭവിച്ചതും എനിക്ക് സംഭവിക്കാനുള്ളതും എന്താണെന്ന് അറിയാൻ പറ്റൂ. അതിനാദ്യം വേണ്ടത് ആ ഡയറി എവിടെയാണെന്ന് കണ്ടുപിടിക്കലാണ്. ഇപ്പൊ അതിലെ ഓരോ അക്ഷരങ്ങൾക്കും എന്റെ കൂടി ജീവന്റെ വിലയുണ്ട്. ഉടനെ കണ്ടുപിടിക്കണത്. അതേ രാത്രിയെങ്കിൽ ഈ രാത്രി.
എന്താ സാന്ദ്ര, ഉറങ്ങാനുള്ള പ്ലാനൊന്നുമില്ലേ? എനിക്ക് എന്തോന്ന് പ്ലാൻ മാഡം? പ്ലാനിങ്ങും അത് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഓട്ടവും ഒക്കെ മാഡത്തിനല്ലേ? ആ, അതെനിക്കങ്ങ് സുഖിച്ചു കേട്ടോ. സാന്ദ്ര എന്നെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ തോറ്റുപോവേ ഉള്ളൂ മാഡം. ഓന്തിനെ പോലെ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറാൻ കഴിവുള്ളതുകൊണ്ട് മാഡത്തിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആർക്കും അവസരം കൊടുക്കാതിരിക്കുന്നതാണ് സാന്ദ്ര നല്ലത്. പിന്നെ ഞാൻ ഓന്തിനെ പോലെ ആയതുകൊണ്ടാണ് എനിക്ക് ഈ വീട്ടിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ആജ്ഞയ്ക്കനുസരിച്ച് സാന്ദ്രയെ പോലെ പഞ്ചപുച്ഛം അടക്കി ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നേനെ എനിക്കും. സാന്ദ്ര പറഞ്ഞ പോലെയാണെങ്കിൽ എനിക്ക് ഓന്തിനെ പോലെ നിറം മാറാനുള്ള കഴിവ് തന്നപ്പോ ദൈവം സാന്ദ്രയ്ക്ക് തന്നത് അരണയുടെ ബുദ്ധിയാ. അതാണ് നടന്നതൊക്കെ മറന്ന് സാന്ദ്ര ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ. ഉറങ്ങാനുള്ള സമയമായിട്ടും ഞാൻ ഉറങ്ങാതെ ഓന്തിനെ കുറിച്ചും അരണയെക്കുറിച്ചും ഒക്കെ വേദാന്തം പറയുന്നത് എന്തിനാവും എന്ന് ആലോചിക്കുകയാണോ സാന്ദ്ര? എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല മാഡം. കാരണം ആർക്കും പ്രയോജനമില്ലാത്ത, അല്ലെങ്കിൽ മാഡത്തിന് മാത്രം പ്രയോജനമുള്ള ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാനുള്ള എന്തോ ഒരു കാര്യം മാഡത്തിന് എന്നോട് പറയാനുണ്ട്. അതിനെന്റെ സഹായം വേണം. അതല്ലേ മാഡം ശരി? സോറി സാന്ദ്ര, യു മിസ്റ്റേക്ക്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് സാന്ദ്രയുടെ സഹായം ആവശ്യമില്ല. കാരണം ഞാൻ തന്നെയാണ് ഇതിന് സാക്ഷി. ഒരുപാട് വലിച്ചു നീട്ടാതെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ലാഭിക്കായിരുന്നു. ശരി, എങ്കിൽ പറയാം. ബ്രദർ ഇൻ ലോയുടെ ഈ സീക്രട്ട് റൂമിനെ കുറിച്ച് എന്താണ് സാന്ദ്രയ്ക്ക് അറിയാവുന്നത്? ഒന്ന് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. എനിക്ക് ഈ റൂമിനെ കുറിച്ച് ഒരു അറിവുമില്ല മാഡം. എന്തിന്? മാഡത്തിന് അറിയാവുന്ന അറിവുകൾ പോലും എനിക്കില്ല. എനിക്കറിയാവുന്നത് ആ റൂം ബ്രദർ ഇൻ ലോയുടെ മരിച്ചുപോയ മുൻ ഭാര്യയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന റൂമാണെന്നും അമിതമായ വിഷമം വരുമ്പോ അല്ലെങ്കിൽ രണ്ടിലൊന്നെന്ന തീരുമാനത്തിന് മാത്രം ബ്രദർ ഇൻ ലോ ആശ്രയിക്കുന്ന റൂമായിട്ടായിരുന്നു ശ്രീലക്ഷ്മി ഈ കുടുംബത്തിൽ വരുന്നത് വരെ. പക്ഷേ ശ്രീലക്ഷ്മി വന്നതിന് ശേഷം ആ റൂം അവളുടെ കൂടെ സ്വന്തമാണെന്നുള്ള ധാരണയില്ല ഇപ്പൊ അവള് നടക്കുന്നത്. അങ്ങനെ ഒരു ധാരണ ശ്രീലക്ഷ്മി മാഡത്തിന് ഉണ്ടെങ്കിൽ തന്നെ അതിലെന്താ മാഡം തെറ്റ്? ചിലപ്പോ രവി സാറ് പെർമിഷൻ കൊടുത്തു കാണും. അങ്ങനെ അല്ലെങ്കിൽ തന്നെ രവി സാറിന്റേതെന്ന് പറയുന്നതെല്ലാം ഇനി ശ്രീലക്ഷ്മി മാഡത്തിന്റെ കൂടിയല്ലേ? പിന്നെ എങ്ങനെ അതൊരു ധാരണാ പിശകാവും? അവകാശമല്ലേ അത്? ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ, അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണോ ആ അവകാശബോധം ഉണ്ടാവേണ്ടത്? മാഡം, എനിക്ക് മനസ്സിലായില്ല. ആരും കാണാതെ അറിയാതെ ഒളിച്ചും പാത്തുമാണ് ശ്രീലക്ഷ്മി ആ റൂമിലേക്ക് പോകുന്നത്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന രാജനന്ദിനിയുടെ ആഭരണങ്ങൾ ആ മുറിയിലുള്ളപ്പോ പാതിരാത്രിയും ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴും ഒളിച്ചു പര്യടനം നടത്തുന്നത് എന്തോ ലക്ഷ്യം വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നിയാ സാന്ദ്രയ്ക്ക് എന്നെ കുറ്റം പറയാൻ പറ്റോ? പറ്റും. ശ്രീലക്ഷ്മി മാഡത്തെക്കുറിച്ച് രേഖ മാഡത്തിന് അറിയാത്തത് കൊണ്ടാ ഈ സംശയം തന്നെ ഉണ്ടാവാൻ കാരണം. മാഡം പറയുന്ന പോലെ ഒരുപാട് ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ അല്ല അവര്. പിന്നെ ബ്രദർ ഇൻ ലോയെ പോലെ സമാധാനത്തിന് വേണ്ടി അവിടെ പോയി ഇരിക്കുന്നു എന്നാണോ സാന്ദ്ര പറഞ്ഞു വരുന്നത്? അതോ അതിനകത്ത് അവൾ ഉല്ലാസയാത്ര പോവാണോ ഇടയ്ക്കിടയ്ക്ക്? ഈ വീട്ടിൽ ആരും അറിയാതെ അവൾ അകത്തേക്ക് കയറി പോകുന്നതും വരുന്നതും ഞാൻ കണ്ടു. അതാണ് ഞാൻ നേരത്തെ സാക്ഷി എന്ന് പറഞ്ഞത്. മാഡം ഈ പറയുന്നത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇതിവിടെ ആരെങ്കിലും വിശ്വസിക്കൂ? പ്രത്യേകിച്ചും മാഡം പറയുമ്പോ. വിശ്വസിക്കും. പറയാനല്ല ഞാൻ പോകുന്നത്, കാണിക്കാനാ. കാണുന്നതിനപ്പുറം ഒരു തെളിവില്ലെന്നല്ലേ പറയുന്നത്? മാഡം എന്താ കാണിക്കാൻ പോകുന്നത്?
എല്ലാം കൂടി ഒരുമിച്ച് ഞാനങ്ങ് പറഞ്ഞു തീർത്ത കാണുന്നൊരു സുഖം പോയില്ലേ സാന്ദ്ര? ഇപ്പൊ സാന്ദ്രയ്ക്കുള്ള സംശയം ഞാൻ തീർക്കുന്നൊരു ദിവസം വരും. അന്ന് എല്ലാവരോടൊപ്പം സാന്ദ്ര ഉണ്ടാവണം, അത് കണ്ട് കൈയടിക്കാൻ. അന്ന് പൊളി ശ്രീലക്ഷ്മിയുടെ സഞ്ചാര കഥ. മാഡം മാഡം ഈ പറയുന്നത് സ്വന്തം അനിയത്തിയായി കണ്ട് സ്നേഹിക്കേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ചാ. എന്തെങ്കിലും ഈഗോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? നോ കോംപ്രമൈസ്. എന്താ ഞാൻ പറയുന്നതൊക്കെ കേട്ട് സാന്ദ്ര ഞെട്ടിന്ന് തോന്നുന്നു? ഞെട്ടലൊന്നും അല്ല മാഡം. മാഡം ചെയ്യാൻ പോകുന്നത് ശരിയല്ല എന്ന എന്റെ തിരിച്ചറിവ്. ശ്രീലക്ഷ്മി മാഡത്തെ രവി സാറിനെ കൊണ്ട് കെട്ടിക്കാൻ മുന്നിൽ നിന്ന ആളാണ് രേഖ മാഡം. പെട്ടെന്ന് ഇത്രയും ശത്രുത തോന്നാൻ അത്ര വലിയ കാരണങ്ങളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പൊ ഈ ചെയ്യുന്നതൊക്കെ ശരിയല്ലെന്നാ എന്റെ പക്ഷം. സാന്ദ്ര കണ്ടിട്ടില്ല, ശരിയാണ്. എനിക്കൊപ്പോൾ ഒരു ശത്രുവൊന്നും അല്ല ശ്രീലക്ഷ്മി. ആവശ്യമില്ലാത്ത പരിഗണന കൊടുത്ത് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച എന്റെ അമ്മായിയമ്മ അടക്കം പ്രതികളാണ് അവളുടെ കേസിൽ. ഏത് മരുന്നും ആവശ്യത്തിന് ഇഞ്ചക്ട് ചെയ്യാവൂ. കൂടിപ്പോയ പ്രശ്നമാണ് സാന്ദ്ര. ഇന്നലെ കയറി വന്ന അവൾക്ക് എന്റെ തലയ്ക്ക് മുകളിൽ ഒരു സിംഹാസനം ഇട്ടുകൊടുത്തു. അതവളെ എളുപ്പമായി കണ്ട് അവിടെ കയറിങ്ങിയിരുന്നു. ആ സിംഹാസനം എന്റെ തലയ്ക്ക് മുകളിലായതുകൊണ്ട് എനിക്ക് അവളെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിടാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സാന്ദ്രയുടെ അടുത്ത് പറയുന്നത് സാന്ദ്ര എന്റെ ഭയങ്കര ഫ്രണ്ട് ആയതുകൊണ്ടൊന്നുമല്ല, അഭിപ്രായം അറിയാനുമല്ല. ഇനി അഥവാ സാന്ദ്രയ്ക്ക് ഇത് ശ്രീലക്ഷ്മിയോട് പറയണമെന്ന് തോന്നിയ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെ. അപ്പൊ ഗുഡ് നൈറ്റ് സാന്ദ്ര. അതെ, രാത്രിയിൽ ഈ വീടിന്റെ അകത്തും പരിസരത്തും കറങ്ങി നടക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. മാടനും മർദ്ദയൊക്കെ ഈ വീട്ടിൽ തന്നെയുണ്ട്. അവരുടെ വരുത്തുപോക്ക് സമയത്ത് വഴിയിലൊന്നും സാന്ദ്ര കയറി നിന്നേക്കരുത്. മർദ്ദ ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. സാന്ദ്രയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെ നേരിട്ട് കാണാം. അച്ഛനാണല്ലോ. ഈ സമയത്ത് എന്തിനായിരിക്കും വിളിക്കുന്നത്? ഹലോ അച്ഛാ. മോളെ ശ്രീലക്ഷ്മി, മോള് കിടന്നോ? ഇല്ല അച്ഛാ, അച്ഛൻ പറഞ്ഞോളൂ. വേറൊന്നുമല്ല മോളെ, ടിവിയില് മോളുടെ പരസ്യത്തിന്റെ ഫോട്ടോ കണ്ടു.
അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷായി. എല്ലാം അച്ഛന്റെ അമ്മയുടെയും പ്രാർത്ഥനയുടെയും കൂടി ഫല. ആ മോളുടെ ഫോട്ടോ കണ്ടപ്പോഴേ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി, അതുകൊണ്ട് അച്ഛൻ വിളിച്ചത്. ആ ഞാൻ അമ്മയുടെ കൈ കൊടുക്കാട്ടോ. മോളെ, അച്ഛൻ പറഞ്ഞതുപോലെ മോളുടെ ഫോട്ടോ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. മോൾക്ക് സുഖല്ലേ? ആമേ. എന്ന സമയം ഒരുപാടായി, മോള് കിടന്നോ. ഞങ്ങൾ നാളെയോ മറ്റന്നാളോ വിളിക്കാം. ശരി അമ്മേ. ഫോൺ സൈലന്റ് മോഡിലിടാം, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും വിളിച്ചാ ഇറങ്ങിയ കാര്യം മുടക്കം വരും. പാതിരാത്രിയിൽ ഇവിടെ എങ്ങോട്ടാ? ഇനി രേഖ മാഡം പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. മാഡം അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പാടില്ലാത്ത എന്തോ ഒരു കാഴ്ച മാഡം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യും? അത് ഒറ്റയ്ക്ക്